റിയാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റോസ് ഗാർഡനിലാണ് എത്തിയത്. ഊട്ടി തന്നെയാണ്. നല്ല തണുപ്പുണ്ട് ഇവിടെ. അപ്പം റോസ് ഗാർഡനിൽ അങ്ങനെ കാര്യമായിട്ട് ഫ്ലവേഴ്സ് ഒന്നും കാണുന്നില്ല. എന്നാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഫ്ലവർ ഷോൻ്റെ ടൈം മെയ് ആകുമ്പോഴാണെന്ന് തോന്നുന്നു ഫ്ലവർ ഷോ വരിക. ആ സമയത്താണ് കൂടുതൽ പൂക്കളൊക്കെ ഉണ്ടാവാറ്. മുന്നേ ഞാൻ വന്നപ്പോൾ അങ്ങനെയാണ് കണ്ടത്. എന്തായാലും നമുക്കൊന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. റോസ് പൂക്കളില്ലാത്തൊരു റോസ് ഗാർഡൻ, അതാണ് ശരിക്കും പറഞ്ഞു വെച്ചാൽ ഇപ്പോഴത്തെ ഇവിടുത്തെ സ്ഥിതി. ഇപ്പം ഫ്ലവേഴ്സ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം സീസൺ അല്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം. പക്ഷേ പൂക്കൾ വളരെ കുറവാണ്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ വ്യൂ കാണുന്നില്ല, ഈ വ്യൂ ഇത് ഫുള്ള് റോസ് പൂക്കൾ കൊണ്ട് നിറഞ്ഞ് കിടക്കുക. പക്ഷേ ഇന്ന് പൂക്കളൊന്നുമില്ല, ഇതിൻ്റെ സീസണല്ല. ഒരു ഏപ്രിൽ മെയ് സമയത്താണ് ഇവിടെ ഫ്ലവർ ഷോ ഒക്കെ നടക്കുക. ആ സമയമാകുമ്പോഴേക്ക് ഫുൾ ഇവിടെ കംപ്ലീറ്റ് ഫ്ലവേഴ്സ് ആവും. ഇപ്പം സീസണല്ല, നല്ല തണുപ്പുണ്ട്, ആൾക്കാരൊക്കെ വളരെ കുറവാണ്. കണ്ടില്ലേ, ഇതാണ് ഏകദേശം ഏരിയ വരിക. ഇങ്ങനെയാണ് ഏരിയ വരുന്നത്. വളരെ കുറവാണ് പൂക്കളൊക്കെ. നമുക്ക് റോസ് പൂ ഉണ്ട് ഇവിടെ, ഒരു വൈറ്റ് കളർ. എല്ലാം റോസ് തന്നെ, മീൻസ് ലൈക്ക് ഫ്ലവേഴ്സ് തന്നെ, പക്ഷെ ഒരു വൈറ്റ് കളർ കാണുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. നല്ല ഭംഗിയില്ലേ കട, നല്ല വൈറ്റ് കളർ. തോന്നുന്നത് ഒരു പിങ്കാണെന്ന് തോന്നുന്നു. ഒരു ബാക്കിലൊരു പിങ്ക് കളറും കാണുന്നുണ്ട്. പിന്നൊരു യെല്ലോ. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റും. പിന്നെ ഓരോ സൈഡിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. വ്യൂ പോയിൻ്റ് നിന്നിട്ട് നമുക്ക് താഴെ തട്ടിൽ നേരത്തെ ഞാൻ കാണിച്ചില്ലേ, അപ്പം ഫുള്ള് താഴെയുള്ള എല്ലാ അതും കാണാം. പിന്നെ അവിടെ ഒരു ഇരിക്കാൻ വേണ്ടിയിട്ട് റോസ് ഗാർഡൻ, വേറൊന്നുമില്ല, റോസ് തന്നെ, റോസ് പൂക്കളുടെ ഒരു ഗാർഡൻ. നല്ല യെല്ലോ കളർ റോസ്. കണ്ടോ,
നന്നായിട്ടില്ലേ? സ്റ്റെപ്സ് ഉണ്ട്, നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ടില്ല. 2 സൈഡിൽ നിന്ന് സ്റ്റെപ്സ് ഉണ്ട്, താഴോട്ട് പോകാം. അതിനോട് ചേർന്നിട്ടുണ്ട് കണ്ടില്ലേ, കുറേ കെട്ടിടങ്ങളുടെ കാഴ്ച കാണാം. നല്ല ഭംഗിയാണ് ഊട്ടിയിൽ. ഇങ്ങനെ ഊട്ടിയുടെ ഒരു പ്രത്യേകത അതാണ്, ഈ മലയുടെ മുകളിലായതുകൊണ്ട് താഴ്വരയിലൊക്കെ ബിൽഡിങ്ങുകളൊക്കെ, താഴ്വരയിലുള്ള ബിൽഡിങ്ങൊക്കെയാണ് ഒരു അടിപൊളിയാണ്. മുന്നേ നമുക്ക് പുറത്തൊന്നും പോയി ശീലമില്ല, നമ്മൾ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഊട്ടിയിലൊക്കെ വരുമ്പം ഇതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതം തന്നെയായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയതുകൊണ്ട് ഓക്കെ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സ്ഥലങ്ങളൊക്കെ കാണാനുള്ള ചാൻസും കൂടുതലുണ്ട്. പണ്ട് കാലത്ത് നമുക്കത്ര എന്താ പറയുക, കൂടുതൽ സ്ഥലങ്ങളിലും നമ്മൾ പോകുന്നില്ല. ഊട്ടിയൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ നിന്ന് ആൾക്കാർ പെട്ടെന്ന് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതൊരു മനോഹരമായ കാഴ്ചയല്ലേ. അപ്പോൾ ഇനി റോസ് ഗാർഡൻ ഒക്കെ കണ്ടോ പിറകിൽ കാണുന്നില്ലേ ആണ്. അപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ കാര്യമായിട്ട് ഫ്ലവേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പോൾ പിന്നെ നല്ല ഈവനിങ് ആയി, 6:30 ടൈമാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്ത് തിരിച്ച് റൂമിലേക്ക് പോകാൻ വിചാരിക്കുക. അപ്പം എന്നാൽ അടുത്ത സ്ഥലമായിട്ട് വീണ്ടും കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ടീ ഫാക്ടറിയാണ്. അതിൻ്റെ കൂടെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. പക്ഷെ കൊറോണ കാരണം ഇപ്പോൾ അതിൻ്റെ അകത്തേക്കൊന്നും പ്രവേശനമില്ല. ടീ ഫാക്ടറി തന്നെ നമുക്ക് ജസ്റ്റ് അതിൻ്റെ മെഷീനുകൾ മാത്രമേ കാണിക്കുള്ളൂ. അതിൻ്റെ കറക്റ്റ് പ്രോസസ്സ് അവർ നമ്മളെ കാണിക്കില്ല എന്നാണ് പറയുന്നത്. ഈ കൊറോണ ഇഷ്യൂസ് ആയതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എന്നാൽ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെയാണ് ഈ ചായപ്പൊടി ഉണ്ടാക്കുന്ന സ്ഥലം. ഇത് ഓരോരോ യൂണിറ്റുകളാണ്. അപ്പം ലീവ്സ് ഒരു മെഷീനിലിടും, എന്നിട്ട് അതിന് പിന്നെ ഡസ്റ്റായിട്ട് മാറും, പിന്നെ അത് പാക്ക് ചെയ്യും. അങ്ങനെ എല്ലാ പ്രോസസ്സും നടക്കുന്ന ഒരു ഏരിയ ആണിത്. ഇത് ഓരോരോ വലിയ മെഷീൻ കണ്ടില്ലേ. അപ്പോൾ ഒന്നിൽ ലീവ്സ് ഇടും, പിന്നെ അത് ഡ്രൈ ചെയ്യും, പിന്നെ അവിടുന്ന് അത് ഡസ്റ്റ് ചെയ്യും, ഡസ്റ്റ് ആക്കിയിട്ട് പിന്നെ അത് പാക്ക് ചെയ്യുക. അങ്ങനെ ഓരോരോ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഒരാൾ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പിന്നെ എത്ര തരം ചായകളുണ്ട്, അതിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. അപ്പം ജസ്റ്റ് നമുക്ക് ഇവിടെയുള്ള മെഷീൻസൊക്കെ ഒന്ന് കണ്ട് നമുക്ക് പോവാം. ഇവിടെ നിന്നാണ് ലാസ്റ്റ് പാക്ക് ചെയ്യണത്. കണ്ടോ, പാക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കവർ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഓൺ ചെയ്യുമ്പോൾ അതിങ്ങനെ തന്നെ അതിൻ്റെ അകത്ത് ഡസ്റ്റ് നിറയും, അത് പാക്കായി വരും. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. ഇവിടെ നിന്ന് ലീഫൊക്കെ എല്ലാം ഇതിലിടുമ്പോൾ കല്ലും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയി ഇവിടെ കിടക്കും. മഴ തുടങ്ങി, മഴയായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ മൂവ് ചെയ്യണം. അപ്പം ഞങ്ങൾ ട്രിപ്പെല്ലാം അവസാനിപ്പിച്ച് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോഴുള്ള യാത്രക്കിടയിലുള്ള കുറച്ച് കാഴ്ചകളാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഊട്ടി വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ കൂടുതൽ യാത്രാ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും മറക്കാതെ വീഡിയോ കാണണേ. താങ്ക് യു. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്.
റിയാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന ഒരു ടീ ഫാക്ടറിയാണ്. ഫാക്ടറി എങ്ങനെയാന്നുള്ള മാത്രമാണ് കാണിക്കുന്നത്. പോടാ. ഹായ് റിയാസ് വ്ലോഗ്, ഛർദിക്കുക.